രണ്ടാമത്തെ ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കിതിലൊരു അവിശ്വാസം കൊണ്ടുവരികയും ചെയ്തു. വെച്ചാൽ ഞാൻ ആദ്യമേ ഇവർ തന്നൊരു ലെറ്ററിൽ ഒപ്പിടാത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നയപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ സഹകരിച്ചേ പോയിട്ടുള്ളൂ, അല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പല പഞ്ചായത്തുകളിലും പല സംഭവവികാസങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്നത്. അതിലൊന്നാണ് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത്. 2015 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 21 സീറ്റുകളിൽ 12 സീറ്റുമായി LDF മുന്നിൽ, 9 സീറ്റുമായി UDFും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി ജനറൽ സംവരണമായിരുന്നു. എന്നാൽ 12 സീറ്റുള്ള LDFന് ഒരാളെപ്പോലും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് പ്രസിഡൻ്റാക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ പട്ടികജാതി സ്ഥാനാർത്ഥികളെല്ലാം തോറ്റുപോയി. അവിടെ പ്രതിപക്ഷത്തിരിക്കേണ്ട UDFിൽ നിന്ന് ഒരാൾ പ്രസിഡൻ്റായി. ഇനിയുള്ളതൊക്കെ കഥയാണ്. അന്ന് ആദ്യ ടേമിൽ പ്രസിഡൻ്റായിരുന്ന അംബിക മംഗലത്താണ് എനിക്കൊപ്പമുള്ളത്. പിന്നെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? 2015-20 കാലയളവിലാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നത്. 12 LDFിൻ്റെ ഭരണസമിതി അംഗങ്ങളും 9 UDFിൻ്റെ ഭരണസമിതി ഉള്ള കാലഘട്ടത്തിലാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നത്. ഈ ഭരണസമിതിയിലെ ഇടതുപക്ഷത്തിന് SC കാൻഡിഡേറ്റ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ഇല്ലാത്തതിൻ്റെ അഭാവത്തിൽ UDFിലെ ഒരു സ്ഥാനാർത്ഥി തന്നെ നിർബന്ധമായും വേണമായിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ആദ്യ വട്ടം ഞാൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് LDF ബഹിഷ്കരിക്കുകയും രണ്ടാമത്തെ ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം 6 മാസക്കാലം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയും 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കിതിലൊരു അവിശ്വാസം കൊണ്ടുവരികയും ചെയ്തു. അവിശ്വാസം കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് പുതുപ്പടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ വാല്യുവേഷൻ്റെ വില സെൻറ്റിന് 5 ലക്ഷം രൂപ വേണം എന്ന് ഉള്ളൊരു ലെറ്ററിൽ ഒപ്പിടാനായിട്ട് എന്നെ സമീപിച്ചു. ഭരണസമിതിയിലെ അംഗങ്ങളായ ഒരാൾ തന്നെ, ആളുടെ പേരൊന്നും സൂചിപ്പിക്കുന്നില്ല, എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാനത് പരിശോധിച്ചപ്പോൾ സ്ഥലത്തിൻ്റെ വാല്യുവേഷൻ നിർണ്ണയിക്കുന്ന ആൾ ഞാനല്ലോ, റവന്യൂ അധികാരികളാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒപ്പിടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നതും പിന്നീട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നതും. പക്ഷേ ഇടതുപക്ഷം സ്വാഭാവികമായിട്ട് പ്രചരിപ്പിച്ചത്, അതായത് അവരുടെ ഭാഗം പറയുന്നത് താങ്കൾ എന്താ ഇപ്പോൾ ഒരു സ്ഥാനത്തേക്ക് വന്നു, പക്ഷേ അഹങ്കാരിയായ ഒരു പ്രസിഡന്റിനെ പോലെ പെരുമാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ എത്രത്തോളം ശരിയുണ്ട്? അതിനകത്തൊന്നും ഈ ഒരു യാഥാർത്ഥ്യമില്ല. അത് നമുക്ക് അവരുടെ ഒരു ഒരു രാഷ്ട്രീയ പ്രചരണം തന്നെ. പിന്നെ അവർക്ക് ഞാൻ ലെറ്ററിൽ ഒപ്പിട്ട് കൊടുക്കാത്തതിൻ്റെ ഒരു ജാള്യത മറിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കെതിരെ ഒരു രാഷ്ട്രീയപരമായിട്ട് ആരോപണം ഉന്നയിച്ചാന്ന് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അതിനുശേഷം ഞാൻ 6 മാസത്തിന് ശേഷം UDFിലെ തന്നെ ലീഗിൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ദളിത് ലീഗിൻ്റെ പ്രസിഡന്റ് നന്ദകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും തുടർന്ന് അദ്ദേഹത്തിന് സ്റ്റേറ്റ് സീഡ് ഫാമിൽ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. അന്നേരം അദ്ദേഹം രാജിവെക്കുകയും. യുദ്ധം ഉണ്ടായിരുന്നു. UDF സംവിധാനത്തിൽ നമ്മൾ പോകുന്ന രീതിയിൽ തന്നെയല്ലേ, അങ്ങനെ തന്നെ പോയിരുന്നുള്ളൂ. എന്നാലും ഞാനിരുന്നതിൻ്റെ അത്ര ഒരു പ്രയാസങ്ങളൊന്നും ഉണ്ടായി കാണില്ല എന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഏതാണെങ്കിലും ആ കാലയളവിന് ശേഷം വീണ്ടും ഇടതുപക്ഷത്തിന് പ്രസിഡന്റ് ഇല്ല. അങ്ങനെ വീണ്ടും ഞാൻ 7 മാസ കാലയളവും കൂടെ വീണ്ടും പ്രസിഡന്റ് ആകുകയാണ്. അങ്ങനെ അതിനുശേഷം ഇടതുപക്ഷത്തിൻ്റെ ഒരു മെമ്പർ 7 മാസം വീണ്ടും ആകുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് സഹിക്കാൻ പറ്റിയിട്ടില്ല. ആ 7 മാസത്തിനിടയ്ക്ക് ഞാനിരുന്ന കാലയളവിലാണ് നമുക്ക് കണ്ണപ്പം കൊണ്ടൊരു പ്രളയം ഉണ്ടാകുന്നത്. പ്രളയം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തന്നെ ആ പ്രളയത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭരണസമിതിയോട് യുദ്ധം ചെയ്തുകൊണ്ടുള്ളൊരു ഇതാണല്ലോ. എന്നാൽ അതിനൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ 2 ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ച് പ്രളയമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വർഷം വീണ്ടും ഒരു പ്രളയം കൂടെ വന്നു. 2018 കഴിഞ്ഞിട്ട് 2019 ആ സമയത്ത് ഞാൻ പ്രസിഡന്റ്ഷിപ്പ് മാറി. അപ്പോൾ പുതിയതായിട്ട് വന്ന ഇടതുപക്ഷത്തുനിന്ന് ജയിച്ചു വന്നൊരു ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നത്. ജനറൽ സീറ്റ്. അതെങ്ങനെയാണ് ജനറൽ സീറ്റ്? ജനറൽ സീറ്റായിരുന്നു. പുതുപ്പാടി പഞ്ചായത്തിലെ 9ാം വാർഡ് കൈതപ്പൊയിൽ വെസ്റ്റ് കൈതപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ സ്ഥാനാർത്ഥിയാണ് മെമ്പറാണ് രാജിവെച്ചത്. രാജിവെച്ച് അവിടുന്ന് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മെമ്പർ ജയിക്കുകയും ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മെമ്പർ ജയിക്കുകയും അങ്ങനെ അദ്ദേഹം പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഈ കാലയളവിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ഇവർ തന്നൊരു ലെറ്ററിൽ ഒപ്പിടാത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ പഞ്ചായത്തിലുണ്ടായിരുന്ന വാഹനം അവർ വിറ്റ് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വാഹനം വാങ്ങണം എന്ന് പറഞ്ഞാണ് വാഹനം വിറ്റത്. അതിനുശേഷം അവർ വാഹനം വാങ്ങിയില്ല. എൻ്റെ ആ കാലയളവ് കഴിഞ്ഞ്
ഞാൻ പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ ഉടനെ തന്നെ അവരെന്ത് ചെയ്തു, പുതിയ വാഹനം വാങ്ങി. അവരുടെ പ്രസിഡന്റ് വരുന്ന കാലയളവിൽ ഒരു വാഹനം വാങ്ങി. അപ്പോൾ ഈ വാഹനം ഓടിയതിൻ്റെ, നമ്മൾ പ്രൈവറ്റായിട്ട് നമ്മളൊരു വാഹനം ജീപ്പ് ഓടിച്ച് പോകില്ലേ, ആ ഓടിച്ച് പോകുന്ന ജീപ്പിൻ്റെ വാഹനത്തിന് പൈസ വരെ കൊടുക്കുന്നതിന് വരെ യുദ്ധമായിരുന്നു അവിടെ. അത്രയും വളരെയധികം പ്രയാസപ്പെടുത്തിയൊരു. ഫയലുകളും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. പ്രസിഡന്റ് ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് നമ്മൾ നിയമപരമായിട്ട് ചെയ്തു കൊടുക്കേണ്ട എല്ലാ ഫയലുകളിലും നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക. അതിനകത്ത് യാതൊരു പ്രയാസങ്ങളും ഒന്നിലും ഉണ്ടായിട്ടില്ല. അത് അവർക്ക് പറയാനോ തെളിയിക്കാനോ കഴിയില്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല. അത് നിയമപരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനീതിക്കായിട്ട് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സഹകരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ പറയണ്ടേ, ഈ കയ്യാങ്കളി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഇതിൽ ഭരണസമിതിയിൽ സംസാരങ്ങളുണ്ടാവും, ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, നയപരമായ കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി തരുന്ന അതിനോട് ഒരു സെക്രട്ടറി ആണല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടത്. അത് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യത്തിനോട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റില്ലല്ലോ. അല്ല, നയപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ സഹകരിച്ചേ പോയിട്ടുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു പാർട്ടി മുന്നണിയായിട്ടൊക്കെ ആയിട്ടാണല്ലോ നമ്മളും വരുന്നത്, ജനപ്രതിനിധിയാകുന്നത്. എത്രാം തവണയായിരുന്നു താങ്കൾ പഞ്ചായത്തിലേക്ക് വന്നത്? 2ാം തവണയാണ്. ആദ്യ ഘട്ടം ഞാൻ കുപ്പായിക്കോട് വാർഡിൽ തന്നെ ജനപ്രതിനിധിയായി മെമ്പറായി തന്നെ ഇരുന്നു. 2ാം ഘട്ടമാണ് ഞാൻ 2015-20 കാലയളവിലാണ്. എല്ലാ ആദ്യ ടൈമിലും അത് കഴിഞ്ഞുള്ള മധ്യ ടൈമിലുമാണ് ഇത് ഈ കുപ്പായിക്കോട് വാർഡിൽ തന്നെ. ഇല്ല, ഈ വാർഡിൽ തന്നെയാണ് ഞാൻ മത്സരിച്ചത്. ജനറൽ വനിതാ സീറ്റിലാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത്. ആദ്യം SC സംവരണം, പിന്നെ വനിതാ സംവരണത്തിലും, രണ്ടാമത് 15-ന് മത്സരിക്കുന്നത് ജനറൽ വനിതാ സീറ്റിലാണ് മത്സരിക്കുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിലെ ഏതാനും പഞ്ചായത്തുകളിൽപ്പെട്ട ഒരു പഞ്ചായത്താണ്. അത് പറയാൻ തന്നെ കാരണമുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ഇത് വലിയ മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ നല്ല സ്റ്റേറ്റ് വാർത്തയായിട്ടൊക്കെ വന്നതാണ്, ഈ പ്രസിഡന്റും ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാൻ ഇങ്ങനെ പല പഞ്ചായത്തുകളുടെ മീറ്റിങ്ങിൽ ജനപ്രതിനിധികൾക്കുള്ള പ്രസിഡന്റുമാർക്കുള്ള മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പം നമ്മളെന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറയാൻ ചെല്ലുമ്പോൾ പുതുപ്പാടിയിലെ പ്രസിഡന്റാണ് അവിടെ ഭയങ്കര ഒരു വിഷയമാണല്ലോ. നമ്മുടെ ഇവിടെ നടക്കുന്നതിനേക്കാളും അതിരൂക്ഷമായിട്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ അറിയപ്പെടുന്നത്. അതൊക്കെ രാഷ്ട്രീയമാണല്ലോ. പിന്നെ വ്യക്തിപരമായി നമുക്ക് ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ട ആരുമായിട്ടും പൊതുവില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ട് തന്നെ നമ്മളതിനെ കണ്ടിട്ടുള്ളൂ. വ്യക്തിപരമായിട്ടൊന്നും നമ്മൾ കണ്ടില്ല. നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ അല്ല, അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ 3ാം തവണയാണല്ലോ നമുക്ക് ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഈങ്ങാപ്പുഴ ഡിവിഷനിൽ ഇവിടെ SC സംവരണമായിരുന്നു, വനിതാ സംവരണം. അങ്ങനെയാണ് 3ാം തവണ ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടോ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടോ മുന്നണിയായിട്ട് ബന്ധപ്പെട്ടോ നമുക്ക് യാതൊരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. പാർട്ടിക്ക് വിധേയപ്പെട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഇടപെട്ട് ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് ഇത്തവണ ബഹുഭൂരിപക്ഷത്തിൽ പിടിച്ചില്ലേ? തിരിച്ചു പിടിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം. UDF ആണ് ഭരിക്കുന്നത്. അത് ഇപ്പോഴത്തെ സീറ്റ് നില നമ്മൾ ഇപ്പോൾ പറയുന്നത് അത് 15 UDF 6 ഇടതുപക്ഷത്തിന്റെ. ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 5ാം വാർഡിൽ നമുക്ക് അതെ ആയിരുന്നു. അപ്പോൾ 5ാം വാർഡ് നമുക്കൊന്ന് ബൈ ഇലക്ഷനിൽ നഷ്ടപ്പെട്ടു. അവിടുത്തെ പിന്നെ മെമ്പർക്ക് ഒരു ജോലി കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ബൈ ഇലക്ഷൻ നടത്തിയത്. അതിൽ ഏതാനും ചെറിയ വോട്ടിനാണ് നമ്മൾ പരാജയപ്പെട്ടത്. അപ്പം പ്രതിപക്ഷത്തിന്റെ ഈ കളിയൊക്കെ തന്നെയാണോ അവർക്ക് ഇങ്ങനെ സീറ്റ് കുറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ആ ഭരണസമിതിയുടെ കാലയളവിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനം അത് എന്തായാലും ഓർത്തിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്ന് ഇപ്പോഴത്തെ UDFന്റെ ഭരണത്തോടുകൂടി ജനങ്ങൾക്കെല്ലാം നല്ല സംതൃപ്തരാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഈ കാലയളവിലെ 20-25 കാലഘട്ടത്തിലെ ഭരണം നല്ല രീതിയിലുള്ള UDFന്റെ ഭരണമാണ് ഉള്ളത്. നമ്മൾ ഇനിയും തുടർ ഭരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സീറ്റിന്റെ എണ്ണം കൂടുതൽ. സീറ്റിന്റെ എണ്ണം ഇപ്പം നിലവിൽ പുതുപ്പാടി 21 ഉള്ളത് 3 വാർഡും കൂടെ കൂടി 24 വാർഡായിട്ടുണ്ട്. എന്തായാലും താങ്കൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തായാലും വളരെ ഫേമസ് ആയ ഒരാളാണ്. ഇനിയിപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ കഴിയട്ടെ. അങ്ങനെ ആശംസിക്കുക. കാരണം ഉണ്ടായിക്കൊരു ചാൻസ് വരുന്നു അല്ലേ? ചിന്തിച്ചിട്ടില്ല. 3 തവണയും നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ജനപ്രതിനിധിയാകുന്നത്. അപ്പം 3 തവണയും നമുക്ക് എന്താ പാർട്ടി തന്നൊരു ഒരു പിന്തുണയും സഹകരണ സപ്പോർട്ടും കൊണ്ടാണല്ലോ നമ്മളായത്. ഇനിയുള്ള കാര്യം അപ്പൊ താങ്കൾ ഈ നിൽക്കുന്ന ഈ ഭാഗം എന്റെ ഡിവിഷനാണ്. ഈ വാർഡിൽ നിന്ന് പഞ്ചായത്തായപ്പോഴതെ 2 തവണ ഞാൻ ജയിച്ചത് കുപ്പായിക്കോട് വാർഡിൽ നിന്ന് തന്നെ ജയിച്ചത്. എല്ലാ ആളും നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇത് പൊൻ ലിപികളിൽ എഴുതി വെക്കപ്പെട്ട ഒരു പേരാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തായാലും ഇത്ര നേരം സഹകരിച്ചതിന് വളരെ നന്ദി.